ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ഭാഗമൊക്കെ എൻ്റെ അമ്മയാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ഞാൻ കിടന്നുറങ്ങുകയാണ്. ഇന്ന് സ്കൂളില്ല, നല്ല മഴയായതുകൊണ്ട് ഇന്ന് സ്കൂളിന് അവധിയാണ്. ഞാനിതാ മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. പിന്നെ ഇതാ എൻ്റെ അടുത്ത് ടെഡി ബിയർ ഉണ്ട്. ഇതെൻ്റെ മാമൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം അമ്മ ഇനിയിപ്പിക്കാണ് തന്നെ. അമ്മയുടെ ജോലി തിരക്കിൽ നിന്ന് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, എന്നെ ഇനിയിപ്പിക്കുന്നതൊക്കെ. അപ്പം ഞാൻ ആദ്യം നല്ല മടിച്ച് കിടന്നെങ്കിലും പിന്നെ ഞാൻ അമ്മ പറഞ്ഞപ്പോൾ വേഗം എണീറ്റ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ, നല്ല മഴയാണ് പെയ്തത്. പിന്നെ ഞാൻ എല്ലാ ദിവസം എണീറ്റ് കഴിഞ്ഞതിന് പുതപ്പ് മടക്കി വയ്ക്കാറുണ്ട്. അപ്പം ഞാൻ ആദ്യമേ പുതപ്പ് മടക്കി വെച്ചു. എന്നിട്ടാണ് ഞാൻ മുടി കെട്ടിയിട്ട് ഒന്ന് പുറത്ത് പോയതിൻ്റെ ശേഷമാണ് ഞാൻ ബ്രഷ് ചെയ്യാറ്. പിന്നെ ഞാനിതാ പുതപ്പൊക്കെ മടക്കി വെച്ച് ഒക്കെ കഴിഞ്ഞു. നല്ല വൃത്തിയിൽ എൻ്റെ ടെഡി ബിയറിനൊക്കെ വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ പോയിട്ട് ബണ്ണും കോമ്പൊക്കെ എടുത്തിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. ഹെയർ ഞാൻ എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ മുടി ഒന്ന് കെട്ടി വയ്ക്കും. അപ്പോഴാണ് നമുക്കൊരു ഫ്രഷ് ആവും. എനിക്ക് നല്ല മനസ്സിനൊരു സമാധാനം കിട്ടും. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആദ്യം മുടിയൊക്കെ നല്ല വൃത്തിയിൽ കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ സൂം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനത്തൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ മുടി കെട്ടുവാറുണ്ട്. ചിലരും അങ്ങനെ ചെയ്യാറുണ്ടാവില്ല, ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ മുടി കിട്ടുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സാഹസികമായിട്ടാണ് ഞാൻ മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മുടി കെട്ടാൻ കുറേ നേരമൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് നേരം മതി. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ മുടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് അവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് ബെഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് സ്റ്റഡി ടേബിൾ. അപ്പോൾ അത് സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചീർപ്പൊക്കെ ഒന്ന് അവിടെ എടുത്ത് വെച്ചതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞാൻ നേരെ പോയത് പുറത്തേക്കാണ്. പുറത്ത് ഭീകരമായ മഴയാണ്, നല്ല തണുപ്പായിരുന്നു. അപ്പോഴേക്ക് മഴയത്ത് ഇറങ്ങി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അമ്മ സമ്മതിക്കില്ല. എന്നാലും ഞാൻ കൈയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കളിച്ചു. അമ്മയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മഴയത്ത് കളിക്കുമ്പോഴേക്കും അമ്മ വിളിച്ചു, വായ ബ്രഷ് ചെയ്യാൻ പറഞ്ഞിട്ട്. പിന്നെയാണ് ഞാൻ ബ്രഷ് ചെയ്യാൻ പോയത്. കണ്ടോ, ഞങ്ങളെ വീടിൻ്റെ ബാക്ക് ഫുള്ള് വെള്ളപ്പൊക്കം തന്നെ പറയാം. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. എൻ്റെ വീടിൻ്റെ നേരെ ബാക്കിൽ കാണുന്ന ലച്ചു എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഇവിടെ എൻ്റെ ബാന്തിയുടെ വീടുമുണ്ട്. പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി വേഗം പോയി. ഞാനൊരു പേസ്റ്റ് എടുത്ത് ഇതെടുത്തിട്ട് ഞാൻ ബ്രഷ് എടുത്തിട്ട് ഞാൻ വേഗം ബ്രഷ് ചെയ്യാൻ. എനിക്ക് ബ്രഷ് ചെയ്യാൻ കുറച്ചധികം സമയം വേണം. പിന്നെ അമ്മ അത് സ്പീഡാക്കി വിടുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ, അല്ലെങ്കിൽ കുറേ നേരം ലാഗിങ് ആവും. ഞാൻ നേരെ പോയിട്ട് കുറച്ച് പേസ്റ്റ് എടുത്ത് ഞാനിതാ ടങ് ക്ലീനറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ടങ് ക്ലീനറൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്ത്. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിങ്ങനെ പൈപ്പ് ഇങ്ങനെ തുറന്ന് വയ്ക്കുന്ന സ്വഭാവമുണ്ട്, എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ടങ് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം മുഖമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഒരു ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അമ്മ ബദാം തരും. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ ബദാം കഴിച്ചു. പിന്നെ അമ്മയ്ക്കും ഏട്ടനൊക്കെ കറിയായിരുന്നു. പക്ഷേ എനിക്ക് ചമ്മന്തിയാണ് ഇഷ്ടം. അപ്പം ഞാൻ എന്ത് ചെയ്തു, നല്ല മുരിഞ്ഞ ക്രിസ്പി നെയ്ദോശയും പിന്നെ ചമ്മന്തിയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ അമ്മയോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് അമ്മയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക നല്ല ഇഷ്ടമായി. അതാണ് ഞാനിങ്ങനെ സൂപ്പർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതാണോ ബദാം കഴിക്കും, അങ്ങനത്തെ ഒക്കെ ഞാൻ കഴിക്കും. ബട്ട് എനിക്കതൊക്കെ ഇഷ്ടമല്ല. അമ്മ കുത്തിക്കയറ്റി കഴിപ്പിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളെ വീടിൻ്റെ അവിടെയൊക്കെ മഴയുണ്ടോ? ഞങ്ങളുടെ ജില്ലയിൽ നല്ല മഴയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അവധി കേട്ടോ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഹെയർ പാക്ക് ഇട്ടു. കാരണം ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ഉലുവയുടെ ഒരു ഹെയർ പാക്ക് ഇട്ടു അമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് തരിക. നല്ല തണുപ്പായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഹെയർ പാക്ക് ഇടാൻ. നല്ലൊരു മനസ്സിനൊരു വളരെ സമാധാനമാണ്. ഇത് ഉലുവ കൊണ്ടാണ് കേട്ടോ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനും തേക്കും, അമ്മയും തേക്കും. പിന്നെ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തെരാപ്പാരം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഹെയർ പാക്കൊക്കെ ഇട്ട് കെട്ടി വെച്ച മുടി ഇനി കുറച്ച് നേരം കഴിയണം. അതുവരെ ഞാനിങ്ങനെ ഡാൻസൊക്കെ കളിക്കും, മഴയത്ത് കളിക്കും, അങ്ങനെയൊക്കെ ഞാൻ ഓരോ കുറുമ്പുകൾ ചെയ്യും. അമ്മ കാണാണ്ട്, അമ്മ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചീത്തയേക്കും. ഇന്ന് വീഡിയോ എടുക്കണതുകൊണ്ട് അമ്മയുടെ നിന്ന് ചീത്ത കിട്ടില്ല കേട്ടോ. പിന്നെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. ഇന്ന് അച്ഛൻ വാടക പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അച്ഛൻ അധികം കാണാത്തതിൽ.
അങ്ങനെ ഞാനിതാ കുളിച്ച് വന്നു, മേക്കപ്പൊക്കെ ചെയ്തു. മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, കണ്ണെഴുതി പൊട്ടിട്ട് മുടി കെട്ടി വെച്ചു. പിന്നെ ഞാൻ മഴയത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കളിച്ചു, അമ്മയുടെ അനുവാദം വാങ്ങി. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ കുറേ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫാഷൻ ഫ്രൂട്ടൊക്കെ അമ്മയ്ക്ക് കാട്ടിക്കൊടുത്ത്, പിന്നെ വീഡിയോയിലും കാട്ടി തന്നു. നല്ല കോരി ചൊരിയണ മഴയാണ്. പിന്നെ അമ്മ പറഞ്ഞു അധികം നേരം അവിടെ നിൽക്കണ്ട, പനി പിടിക്കുക, വേഗം കയറിക്കോളാം. അങ്ങനെ അമ്മ തുണി വിരിക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോ ഇട്ടത് ഞങ്ങളുടെ വീടിൻ്റെ വാർപ്പിൻ്റെ മേലെയാണ്. ഫുള്ളും മഴയാണ്, അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ മഴയിൽ വെള്ളപ്പൊക്കമാണ്. പിന്നെ ഞാൻ ഉച്ചയായപ്പോൾ ഞാൻ ചോറ് കഴിച്ചു. കേബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു. കേബേജ് ഉപ്പേരി എൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേബേജ് ഉപ്പേരി എന്ന് പറയുമെങ്കിലും ഇത് ഓമക്കായ കൊണ്ടാണ് അമ്മ ഉണ്ടാക്കിയത്, ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂട്ടിയിട്ടൊരു പിടിയുണ്ട് പിടിച്ചിട്ടുണ്ട് സാറേ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചോറൊക്കെ കഴിക്കാൻ. അധികം ഞാൻ കറികളൊന്നും ഞാൻ കൂട്ടാറില്ല, ബട്ട് എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഞാൻ കഴിയും. അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ TV കണ്ടിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ മഴയത്ത് ഇങ്ങനെ ഈ ചൂട് ചോറൊക്കെ ഉണ്ടാകും. ഞാൻ മേക്കപ്പ് ചെയ്തു, വീണ്ടും ഞാൻ കണ്ണെഴുതാണ്. പാപ്പൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. പാപ്പൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഏട്ടൻ്റെ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും ഏട്ടനും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ അമ്മ എന്നെ കൊണ്ടുപോകുന്നില്ല ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു പാപ്പൻ്റെ വീട്ടിൽ പോയിക്കോ. അപ്പോൾ പാപ്പൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് മുടങ്ങിയിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു ചെറുതായിട്ട് വീണ്ടും ഒന്ന് കണ്ണെഴുതി. എന്നിട്ട് ഞാൻ പാപ്പൻ്റെ വീട്ടിൽ പോവാണ്. പിന്നെ പാപ്പൻ്റെ വീട്ടിലൊക്കെ പോയി വന്നപ്പോൾ അമ്മ മുട്ട ബജിയും ചമ്മന്തിയും കൊടുന്നു. അപ്പം ഞാൻ അതൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് ട്യൂഷന് പോകാനുണ്ട്, ഞാൻ ട്യൂഷന് ചേർന്നിട്ടുണ്ട്. എൻ്റെ മാമയുടെ വീട്ടിലാണ് ട്യൂഷൻ. മാമയുടെ പേര് പ്രസി എന്നാണ്. അപ്പോൾ സ്വന്തം മാമയല്ല, എന്നാലും എൻ്റെ മാമ തന്നെയാണ്. അപ്പോൾ ഞാൻ വേഗം വെള്ളം കുടിച്ചു, പിന്നെ മുട്ടബജ്ജൊക്കെ കഴിച്ചിട്ട് വേഗം എന്നോട് അമ്മ പറഞ്ഞു വേഗം ട്യൂഷന് പോയിക്കാം, 5:30 ട്യൂഷൻ തുടങ്ങാനായിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ വേഗം ഞാൻ കഴിച്ചിട്ട് ഇതാ ബാഗ് ഇട്ടിട്ട് മടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇതെൻ്റെ ട്യൂഷന് കൊണ്ടുപോകുന്ന ബാഗാണ്. ഞാൻ പുതിയ ബാഗ് സ്കൂളിൽ പോകാനാണ് എടുക്കാനുള്ള. ഏട്ടനാണ് എന്നെ കൊണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം നല്ലപോലെ ഇരുന്ന് അമ്മയ്ക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ പോവാണ്. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മ വിളക്ക് വെച്ച്, രാമായണ മാസം ആയതുകൊണ്ട് രാമൻ്റെ കുറേ ഇതൊക്കെ ചൊല്ലുമായിരുന്നു. അപ്പം അമ്മ നാമൊക്കെ ചൊല്ലി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക്. അപ്പോഴേക്കും അമ്മ അതാണ്ടോ നാമം ചൊല്ലുകയാണ്. കുളിച്ച് വന്നിട്ട് നല്ല രസമാണ്. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ വന്നു ഗായ്സ്. ഞാൻ കുറേ നേരത്തിന് ശേഷം വന്നു. എനിക്ക് സന്തോഷം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഏട്ടൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ നല്ല മണം. നോക്കുമ്പോൾ അമ്മ നല്ല ചെമ്മീൻ കറിയും ചൂട വറുത്തത്, പിന്നെ അതുപോലത്തെ മുട്ട വറുത്തത്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്ക് കൊതിയായി. അപ്പോൾ വേഗം അമ്മ പറഞ്ഞു വേഗം കുളിച്ചിട്ട് വായോ, നമുക്ക് ചോറ് കഴിക്കാമെന്ന്. അപ്പോൾ രാത്രി ചോറാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ അപ്പോഴേക്ക് ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് കഴിച്ചത്. ബ്രെഡ് ഓംപ്ലേറ്റിൻ്റെ വീഡിയോ ഇതാണ് ബ്രെഡ് ഓംപ്ലേറ്റ് ഇട്ട് ഞാൻ അത്തേക്ക് ഉണ്ടാക്കിയ ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്. അപ്പം ബ്രെഡ് ഓംപ്ലേറ്റ് കഴിക്കാണ് TV കണ്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ പോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ TV അടിമ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. അപ്പോഴേക്കും അമ്മ പറഞ്ഞു ചോറ് കഴിക്കാൻ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയാണ് കേട്ടോ എനിക്ക് ചോറ് വരുത്തിയത്. അതെന്നും അങ്ങനെയാണ്. രാത്രി എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് അമ്മ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും വിഷമം. അപ്പോൾ അച്ഛമ്മയും അമ്മയും വാരിത്തരും. ഇപ്പോൾ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അമ്മയാണ് വാരിത്തരുന്നത്. അച്ഛമ്മ ഉള്ളപ്പോൾ അച്ഛമ്മയും വാരിത്തരും, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അപ്പോഴേക്കും ഇങ്ങനെ അമ്മയോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അമ്മ വാരി തരുമ്പോൾ ഇങ്ങോട്ടിങ്ങനെ. അപ്പോൾ പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഇത് ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ അറിയാണ്ടെടുത്ത വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം, ചിരിയൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാറുണ്ടോ? അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.